അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജനങ്ങളുടെ മുന്നിൽ നമുക്ക് നല്ല സ്ഥാനം കിട്ടുക, അന്തസ്സ് കിട്ടുക, അഭിമാനം കിട്ടുക എന്നതൊക്കെ. എന്നാൽ പലർക്കും ചിലപ്പോൾ ഇത് കിട്ടാത്തതുപോലെ അനുഭവപ്പെടുന്നവരും ഉണ്ടാവും. ഇതൊന്ന് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്കുള്ള ഒരു ഇസ്ലാമിക വഴി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഈ വീഡിയോയിൽ പറയും പോലെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരും നിങ്ങൾ എവിടെ പോയാലും അവരൊക്കെ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനത്തോടെ പെരുമാറുകയും നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കുകയും ചെയ്യും. നമ്മളൊരിടത്ത് പോയിട്ട് അവിടെ ആർക്കും നമ്മളൊരു വിലയുമില്ല, നമ്മളോട് സ്നേഹമില്ല, നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തുന്നു, എല്ലാവരും കൂട്ടത്തോടെ നടക്കുകയാണെങ്കിൽ നമുക്കവിടെ ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലും, നമുക്കവിടെ ഒരു സ്ഥാനമില്ലാത്തതുപോലെ തോന്നും. അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ദിക്റിനെ നമുക്ക് കൂടെ കൂട്ടാം. ഉറപ്പായിട്ടും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കുകയും അവരറിയാതെ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം അള്ളാഹു ഇട്ടുകൊടുക്കുകയും ചെയ്യും. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ പിന്നീട് ധിക്കരിക്കില്ല. നിങ്ങൾ കാണുന്ന ആരും ധിക്കരിക്കില്ല. എല്ലാവർക്കും നിങ്ങളോട് ഭയങ്കര സ്നേഹവും ബഹുമാനവുമായിരിക്കും. അള്ളാഹുവിൻ്റെ നാമം നമ്മൾ ചൊല്ലി ദുആ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അസ്മാഉൽ ഹുസ്നയിലുള്ള ദിക്റുകൾ, അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ കൃത്യമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അതിലുള്ള എല്ലാ നാമത്തിൻ്റെയും പ്രത്യേകതകളും ഓരോന്നിനും ഓരോ രീതിയിലുള്ള മഹത്വങ്ങളുമുണ്ട്. അത് ഓരോന്നിൻ്റേതായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ പതിവാക്കിയാലാണ് നമുക്കിതിനുള്ള നേട്ടങ്ങൾ കിട്ടുക. ജനങ്ങളുടെ മുന്നിൽ സ്ഥാനവും അഭിമാനവും അന്തസ്സും കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മതി. നിങ്ങൾ ചെയ്യേണ്ട ദിവസങ്ങൾ തിങ്കളാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയോ ആയിരിക്കണം. മഗ്‌രിബ് നിസ്കാര ശേഷമാണ് ഇത് ചൊല്ലേണ്ടത്. ചൊല്ലുമ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥതയോടു കൂടി തന്നെ ചൊല്ലുക. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥതയോടു കൂടി തന്നെ ചൊല്ലണം. എന്നാലാണ് നമുക്ക് അതിനുള്ള ഫലം അള്ളാഹു തരുകയുള്ളൂ. അല്ലാതെ നമ്മൾ ചൊല്ലിയിട്ട് വെറുതെ ഇങ്ങനെ തസ്ബീഹ് നീക്കി ചൊല്ലി നാവനങ്ങി എഴുന്നേറ്റ് പോയിട്ട് കാര്യമില്ല. ഹൃദയത്തിൽ തൊട്ട് നമ്മൾ ഏത് ദിക്റായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ ഹൃദയത്തിൽ തൊട്ട് ചൊല്ലണം. ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. ദുആ ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. നിങ്ങൾക്ക് സൃഷ്ടികളുടെ ഇടയിൽ അന്തസ്സും അഭിമാനവും ലഭിക്കും ഇത് ചൊല്ലിയാൽ, അത് ഉറപ്പാണ്. അതിനുവേണ്ടി വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ മഗ്‌രിബ് നിസ്കാര ശേഷം 40 തവണ ചൊല്ലിയാലും മതി. 40 തവണ ചൊല്ലിയാൽ സൃഷ്ടികളുടെ ഹൃദയത്തിൽ അള്ളാഹു ചൊല്ലുന്നവനോട് ബഹുമാനം ഇട്ടുകൊടുക്കും, സ്നേഹം ഇട്ടുകൊടുക്കും, അന്തസ്സ് ഇട്ടുകൊടുക്കും. എല്ലാം നമുക്ക് കിട്ടും. നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണ് അസ്മാഉൽ ഹുസ്നയിലുള്ള 24ാമത്തെ അള്ളാഹുവിൻ്റെ നാമമായ യാ മുഈസു എന്ന അള്ളാഹുവിൻ്റെ പേരാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. യാ മുഈസു യാ അല്ലാ, 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 യാ മുഈസു യാ അല്ലാ എന്നിങ്ങനെ 40 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. ഒരു നിസ്കാരപ്പായലിന് ഖിബിലക്ക് മുന്നിട്ട് ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹ്, നിന്റെ മനസ്സിലും നിന്റെ കൽബിലും ജനങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങൾക്ക് സ്ഥാനം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ആദ്യം അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് സ്ഥാനം കിട്ടണം. എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ, സൃഷ്ടികളുടെ മുന്നിൽ സ്ഥാനം കിട്ടിയാൽ മതി. അള്ളാഹുവിൻ്റെ മുന്നിൽ സ്ഥാനം കിട്ടിയാൽ നമുക്കെല്ലാം ആയില്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക. എന്നിട്ട് സൃഷ്ടികളുടെ ഇടയിലുള്ള സ്നേഹത്തിനും ബഹുമാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവ്, വീണ്ടും വെള്ളിയാഴ്ച രാവ്, അങ്ങനെ ചൊല്ലിപ്പോന്നാൽ മതി. ഫലം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് തുടർച്ചയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നോ, ഉറപ്പായിട്ടും ഇതിൻ്റെ അപ്പുറമായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും, അതുറപ്പാണ്.
കൊണ്ട് ദുആയിൽ ഞങ്ങളെല്ലാവുന്ന ഒരു ദിക്റാണ്. എൻ്റെ ദുആയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാ. അതുപോലെ യാ കാബിലു യാ അല്ലാ എന്ന് അസ്മാഉൽ ഹുസ്നയിലുള്ള ദിക്ർ പതിവാക്കിയാൽ വിശപ്പിൻ്റെ ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. നമുക്ക് അള്ളാഹു വിജയം നൽകും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മൾ ചോദിക്കുന്നതൊക്കെ സ്വീകരിക്കട്ടെ, നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ.